Okay, next we are going to discuss the topic integrals of unbounded functions. അല്ലേ? അപ്പോൾ നമ്മൾ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ അൺബൗണ്ടഡ് ഇൻറ്റഗ്രൽസ് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ എങ്ങനെയാണ് കൺവേർജൻസും ഡൈവേർജൻസും ചെക്ക് ചെയ്യാന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് അൺബൗണ്ടഡ് ഫങ്ഷൻസ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫങ്ഷൻ. Definition: let f of x be continuous on open A closed B and f of x has an infinite discontinuity at x is equal to A. നമ്മൾ ഇൻട്രോയിൽ എടുത്തിട്ടുള്ളത് ഓപ്പൺ എയും ക്ലോസ്ഡ് ബി ആണ്. ക്ലോസ്ഡ് ബിയിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ആണ്, പക്ഷേ എയിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ എന്താണ് എഫ് ഓഫ് എക്സിന് ഇൻഫൈനറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ. ദെൻ വി ഡിഫൈൻ integral a to b f of x dx is equal to limit c tending to a plus integral c to b f of x dx, that's equal to limit epsilon tending to 0 plus integral a plus epsilon to b f of x dx. അപ്പോൾ നമ്മൾ എയിലാണ് അതിന് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. ദെൻ നമ്മൾ എക്ക് പകരം എന്ത് കൊടുത്തു, സി കൊടുത്തു. ദെൻ സി ടെൻഡിങ് ടു എ പ്ലസ്, എയുടെ റൈറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ദാറ്റ് ഈസ് ലിമിറ്റ് സി ടെൻഡിങ് ടു എ പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിട്ട് നമുക്ക് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓർ നമുക്ക് എന്ത് ചെയ്യാൻ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് കൊടുക്കുകയാണെങ്കിൽ ലിമിറ്റ് നമ്മൾ ഇൻറ്റഗ്രൽ എ പ്ലസ് എപ്സിലോൺ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ ഇഫ് ദ ലിമിറ്റ് ഓൺ ദി ആർ എച്ച് എസ് ഈസ് ആർ എച്ച് എസ് ഈസ് ഫൈനൈറ്റ്, ഈ സാധനം ലിമിറ്റ് എന്താണ് ഫൈനൈറ്റ് ആണെങ്കിൽ വി സേ ദാറ്റ് ദ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ കൺവേർജസ് and the limit is the value of the integral. Okay, if the limit fails to exist, the improper integral is said to be diverges. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റിൻ്റെ വാല്യൂ ആയിരിക്കും. അതർവൈസ് എന്തായിരിക്കും, ആ ലിമിറ്റ് ഫെയിൽ ചെയ്യാണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഈസ് ഡൈവേർജസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, ലെറ്റ് എഫ് ഓഫ് എക്സ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ഓപ്പൺ ബി. ഇവിടെ നമ്മൾ ഓപ്പൺ ബി ആണ് കൊടുത്തിട്ടുള്ളത്. അത് ബിയിൽ എന്താണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. ദാറ്റ് എഫ് ഓഫ് എക്സ് ഹാസ് ഇൻഫൈനറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു ബി. ദെൻ വി ഡിഫൈൻ, നേരത്തെ എടുത്താൽ നമ്മൾ എക്ക് കൊടുത്തതിന് പകരം ബിയിലേക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ലിമിറ്റ് സി ടെൻഡിങ് ടു ബി മൈനസ്. നേരത്തെ നമ്മൾ എ പ്ലസ് എന്ന് കൊടുക്കുന്നത്, എ പ്ലസ് എന്ന് കൊടുക്കാൻ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ആണ്, ബി മൈനസ് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യാൻ മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് limit c tending to b minus integral a to c f of x dx, or limit epsilon tending to 0 plus integral a to b minus epsilon f of x dx. ശ്രദ്ധിക്കണം. ഓക്കെ, then if the limit on the RHS is finite, ഈ ലിമിറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ we say that the improper integral converges and the limit values and the limit is the value of that integral. ആ ലിമിറ്റ് ആയിരിക്കും എന്താ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ വരിക. Then if the limit fails to exist, the improper integral is said to be diverges. അപ്പോൾ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, അത് ഡൈവേർജ് ചെയ്യാന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് നമുക്ക് ഇഫ് എഫ് ബിക്കംസ് ഇൻഫൈനറ്റ് അറ്റ് ബോത്ത് എൻ പോയിന്റ്സ് എ ആൻഡ് ബി. എയിലും ബിയിലും എന്താണ് ഇൻഫൈനറ്റ് ഡിസ്കണ്ടിന്യൂറ്റി വരികയാണ് എങ്കിൽ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റഗ്രൽ എ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ എക്സ് നോട്ട് ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻറ്റഗ്രൽ നമ്മൾ കട്ട് ചെയ്യുന്നു. വേർ എക്സ് നോട്ട് ബി എനി റിയൽ നമ്പർ ആൻഡ് ദ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓൺ ദി എൽ എച്ച് എസ് ഈസ് കൺവേർജൻ. ഇതിൻ്റെ ഈ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ കൺവേർജൻ എങ്കിൽ ഇവിടെയുള്ള രണ്ട് ഇൻറ്റഗ്രൽ എന്ത് ചെയ്യണം, കൺവേർജ് ചെയ്യണം. എൽ എച്ച് എസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നത് പോസിബിൾ ആണെങ്കിൽ തിരിച്ചു എന്തായിരിക്കും, അത് പോസിബിൾ ആയിരിക്കും. അതായത് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഇൻറ്റഗ്രലും കൺവേർജ് ചെയ്യണം. ഇനി ഈ രണ്ട് ഇൻറ്റഗ്രലും കൺവേർജ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യും. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ഓക്കെ ഇൻറ്റഗ്രൽ കറക്റ്റ് ചെയ്യുക ഓൺ ദി ആർ എച്ച് എസ് എക്സിസ്റ്റ് ഇൻ അക്വോർഡൻസ് വിത്ത് ദി ഡെഫിനിഷൻ ഗിവൺ എബോവ് ആൻഡ് അതർവൈസ് ഈസ് ഡൈവേർജൻ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഡൈവേർജ് ചെയ്താൽ മതി, നമുക്ക് എന്താ പറയാൻ പറ്റും, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡൈവേർജ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ 3 കേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള എയിൽ ഡിസ്കണ്ടിന്യൂറ്റി വരിക, അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള ബിയിൽ വരിക, ദെൻ രണ്ടിലും വരിക. ഇനിയുള്ളതാണ് ഇഫ് എഫ് ബിക്കം ഇൻഫൈനറ്റ് അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് ടി. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബിയുടെ ഉള്ളിലൊരു പോയിന്റിൽ എന്താണ് ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂറ്റി വരികയാണ് എങ്കിൽ ദെൻ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രൽ എ ടു ഡി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ഡി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയി നമ്മൾക്ക് മാറ്റാം. നമുക്ക് എന്താ പറയാൻ, നമുക്ക് അറിയാവുന്നതാണ് ഇത് ഡിയിലെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ടെന്ന്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പഠിച്ചത് വെച്ചിട്ട് ലിമിറ്റ് കൊടുക്കുക ഡിക്ക്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ക്ലിയർ. ദെൻ if f has finite number of infinite discontinuity, say d1 d2 etc d. ഇപ്പോൾ നമ്മൾ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളൂ ആ ഇൻറ്റർവലിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു.
ഇനി എന്ത് ചെയ്യാം, ആ എ ബി ആണ് ഇതിനുള്ളിൽ കുറേ ഡിസ്കണ്ടിന്യൂറ്റി വരികയെന്ന് വിചാരിക്കാം. അതായത് D1 D2 എക്സെട്ര DM within closed interval AB, where A less than or equal to D1 less than or equal to D2 less than etc less than DM less than or equal to B. ലെസ് ദാൻ കൊടുക്കുക എന്താണ്, ഈ D1 D2 D3 എക്സെട്ര DM എന്താണ്, ഈ എ ബി എന്ന ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ആണ്. ദെൻ ഇൻ്റഗ്രൽ A to B എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എന്ത് പറ്റും, ഇൻ്റഗ്രൽ A to D1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ D1 to D2 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ഇൻ്റഗ്രൽ DM to B എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ഫസ്റ്റ് സാധനം എടുക്കുക, അതെന്താണ് അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള എന്താണ് ഡിസ്കണ്ടിന്യൂറ്റി അവിടെ വരുന്നത്, നമ്മൾ ലിമിറ്റ് ടെൻഡിങ് ടു അത് കൊടുക്കണം. ഇവിടെ നോക്കുക, അത് രണ്ടിലും എന്താണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്, നമ്മൾ തേർഡ് കണ്ടീഷൻ നമ്മൾ സപ്ലൈ ചെയ്യണം. ദെൻ ലാസ്റ്റ് വൺ എന്താണ് ലോവർ ലിമിറ്റ് DM-ലാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്, നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ രണ്ടും അറിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും അതിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ലോവർ ലിമിറ്റ് ആയിട്ടുള്ള എയിൽ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള ബിയിൽ ബോത്തിലും വരുന്ന കേസ് ദെൻ അതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ്സിൽ വരിക, ദെൻ ഉള്ളിൽ ഒരു പോയിന്റിലല്ലാതെ മെനി പോയിന്റ്സിൽ എന്ത് ചെയ്യുക ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന കേസ്. ഓക്കെ, ഇഫ് ദ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓൺ ദി LHS ഈസ് കൺവേർജൻറ്റ്, ഈ സംഭവം കൺവേർജ് ചെയ്യണമെങ്കിൽ ഓരോന്നും എന്ത് ചെയ്യണം, കൺവേർജ് ചെയ്യണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ദ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓൺ ദി RHS എക്സിസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഡെഫിനേഷൻ ഗിവൺ അബോവ് ആൻഡ് അതർവൈസ് ഇറ്റ് ഈസ് ഡൈവേർജൻസ്, അല്ലെങ്കിൽ അത് ഡൈവേർജൻ്റ് ആയിരിക്കും. ദെൻ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഡെഫിനിഷൻസ് നോക്കുക, എന്നിട്ട് എക്സാമ്പിൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, examine the convergence of first question integral 0 to 1 dx by x square. Second question integral 0 to 1 dx by root of 1 minus x square. Third question integral 0 to 2 dx by 2x minus x square. Okay, first question നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ integral 0 to 1 dx by x square. ഈ ഫംഗ്ഷൻ എന്താണ്, 1 by x സ്ക്വയർ ആണ് ഇവിടുത്തെ ഇൻ്റഗ്രൻ്റ് വരുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്താണ്, ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അതായത് അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അപ്പോൾ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 എന്താണ്, ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നു. ദെൻ ഹിയർ ദ ഇൻ്റഗ്രൻറ്റ് 1 by x സ്ക്വയർ ബിക്കം ഇൻഫൈനൈറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അല്ലെ, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്താണ്, ഇത് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. പക്ഷേ എന്താണ് അവിടെ ഇത് ഡിഫൈൻഡ് അല്ല, സോ അവിടെ ഇൻഫിനിറ്റി വരുന്നതുകൊണ്ട്. ബട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ 0 ക്ലോസ്ഡ് 1 എന്താണ്, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ദെൻ നമുക്ക് അതിനെ നേരത്തെ എടുത്ത ഫസ്റ്റ് കേസിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് മാറ്റാൻ പറ്റും, integral 0 to 1 dx by x square equal to limit epsilon tending to 0 plus integral 0 plus epsilon to 1 dx by x square, that's equal to 1 by x square integral എന്താണ്, minus 1 by x from epsilon to 1, that is limit epsilon tending to 0 plus minus 1 by x from lower limit epsilon upper limit to 1 വരും. ദെൻ 1ഉം എപ്സിലോൺ നമ്മൾ കൊടുക്കാം, 1 കൊടുക്കുമ്പോൾ എന്ത് വരും, -1 ഒരു എപ്സിലോൺ കൊടുക്കുമ്പോൾ 1 by epsilon വരും. That is limit epsilon tending to 0 plus minus 1 plus 1 by epsilon, that's equal to 1 by epsilon minus 1 വരും. Then limit epsilon tending to 0 plus 1 by epsilon എന്ന് പറഞ്ഞാൽ എന്തൊരു ഇൻഫിനിറ്റി ആണ്. ദെൻ ഇൻഫിനിറ്റി മൈനസ് 1 ആണ്, ഇൻഫിനിറ്റി വരും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 dx by x സ്ക്വയർ നമ്മൾ ഡെഫിനേഷൻ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടി. ഇൻഫിനിറ്റി കിട്ടിയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സിൻസ് ദ ലിമിറ്റ് ഈസ് ഇൻഫൈനൈറ്റ് ദ ഗിവൺ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഈസ് ഡൈവേർജ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രൻ്റ് എന്താണ്, 1 by root of 1 minus x സ്ക്വയർ ആണ്. അല്ലേ, ഈ 1 by root of 1 minus x സ്ക്വയർ നമ്മളുടെ ഫംഗ്ഷൻ എന്താണ്, ഇൻ്റഗ്രൽ 0 to 1 dx by 1 minus x സ്ക്വയർ ആണ്. x is equal to 1 എന്താണ്, ആ ഡിനോമിനേറ്റർ 0 ആയിട്ട് പോകും. ദെൻ ഇറ്റ് ബിക്കം ഇൻഫൈനൈറ്റ് അറ്റ് x is equal to 1. അല്ലേ, ബട്ട് ദ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് 0 ഓപ്പൺ ആണ്, എന്താണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ദെൻ നമ്മൾ സെക്കൻഡ് ഡെഫിനേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് നമ്മൾ സോൾവ് ചെയ്യണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 dx by root of 1 minus x സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും, 1 by root 1 minus x സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൻ്റ് എന്താണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് ഇൻ്റഗ്രൽ എന്താണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 minus epsilon dx by 1 root 1 minus x സ്ക്വയർ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വരും ഫ്രം 0 to 1 minus epsilon. 1 minus epsilon കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 minus epsilon, സൈൻ ഇൻവേഴ്സ് ഓഫ് 0 വരും. ഓക്കെ, ദെൻ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 minus epsilon മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 0 ഈക്വൽ ടു എന്ത് വരും, ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 കൊടുക്കുമ്പം ഇത് 0 ആയിട്ട് മാറും. ദെൻ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ഇത് ഓൾറെഡി 0 ആയിട്ട് പോകും. ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് കൊടുക്കുമ്പോൾ ഇത് 0 ആയിട്ട് പോകും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 വരും. ഓക്കെ, ദെൻ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, π/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു പ്രോപ്പർ നമ്പർ നമുക്ക് കിട്ടി. ദെൻ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിരിക്കും എന്ത്, ഈ ലിമിറ്റ് വാല്യൂ ആയിട്ടുള്ള π/2. Since the limit is finite, the given improper integral is convergent and has the value π/2. Okay, then third question നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ്റഗ്രൽ 0 to 2 dx by 2x minus x സ്ക്വയർ. ഈ ഫംഗ്ഷൻ എന്താണ്, 2ലും 0, അതായത് ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും എന്താണ് ആ ഫംഗ്ഷൻ ഇൻഫിനിറ്റി വരും. സോ
ഹിയർ ദ ഇൻറ്റഗ്രൻറ്റ് 1/2x minus x square become infinite at both the endpoints x is equal to 0 and x is equal to 2. But the function is continuous on open 0, 2. Hence, നമുക്ക് എന്ത് ചെയ്യാൻ തേർഡ് ഡെഫിനേഷൻ നമുക്ക് അതിനെ ആദ്യം തന്നെ സ്പ്ലിറ്റ് ചെയ്യണം. 0 to 1 1 to 2 ആയിട്ട് നമ്മൾ ഇൻറ്റഗ്രൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻറ്റഗ്രൽ 0 to 2 dx/2x minus x square നമ്മൾ എന്താക്കി മാറ്റി ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ 1 to 2 കൊടുത്തു. ഇനി നോക്കുക ഇവിടെ എന്താണ് ഇത് ലോവർ ലിമിറ്റിൽ ഡിഫൈൻഡ് അല്ല, ഇവിടെ അപ്പർ ലിമിറ്റിൽ ഡിഫൈൻഡ് അല്ല. നമ്മൾ എന്നിട്ട് ഫസ്റ്റ് ഡെഫിനേഷനും സെക്കൻഡ് ഡെഫിനേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അതിനെ സോൾവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ 0 + to 1 dx/2x minus x square വരുന്നു. നമുക്കിവിടെ എപ്സിലോൺ കൊടുക്കാം, പക്ഷേ നമ്മൾ വേറൊരു വാല്യൂ എടുത്തു, എപ്സിലോൺ പോലെ തന്നെ ചെറിയൊരു വാല്യൂ ഡെൽറ്റ എടുത്തു. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ ടെൻഡിങ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ 0 to 2 minus ഡെൽറ്റ dx/2x minus x square. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഈ ടേമിനെ ഒറ്റയ്ക്ക് എടുത്തിട്ട് ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ സോൾവ് ചെയ്തിട്ട് അവസാനം ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ dx/2x minus x square നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻറ്റഗ്രൽ dx/x നമ്മൾ പുറത്തെടുക്കുമ്പോൾ x minus 2 minus x വരും. അതിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇൻറ്റഗ്രൽ 1/2 into 1/x plus 1/2 minus x dx ആക്കി നമുക്ക് അതിന് എഴുതാൻ പറ്റും. കാരണം എന്താണ് ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് പറ്റും സിമ്പിളായിട്ട് അതിൻ്റെ ഇൻറ്റഗ്രേഷൻ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. സോ 1/2 into ഇൻറ്റഗ്രൽ 1/x dx plus 1/2 into ഇൻറ്റഗ്രൽ 1/2 minus x ആക്കി നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. 1/x ഇൻറ്റഗ്രൽ 1/x എന്ത് വരും ln x വരും. 1/2 minus x എന്ത് വരും ln 2 minus x വരും. ഓക്കെ, ദെൻ ln x minus ln 2 minus x ln a minus log a minus log b ആണ് എന്താണ് log a/b ആണ്. സോ ഇവിടെ എന്ത് വരും 1/2 into log x/2 minus x വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ അപ്ലൈ ചെയ്യുന്നു, രണ്ട് ലിമിറ്റിനും വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Therefore, integral 0 to 2 dx/2x minus x square എന്തായിട്ട് വരും ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ എപ്സിലോൺ ടു 1 dx/2 minus x 2x minus x square പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻഡിങ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ 0 to 2 minus ഡെൽറ്റ dx/2x minus x square ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇൻറ്റഗ്രൽ 1/2x minus x square എന്ന് പറഞ്ഞാൽ 1/2 log x/2 minus x ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് 1/2 log x/2 minus x from epsilon to 1 plus limit delta tending to 0 plus 1/2 log x/2 minus x 0 to 2 minus delta. Then നമ്മൾ ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് ലിമിറ്റഡ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് 1/2 log 1 minus log epsilon/2 minus epsilon plus log delta tending to 0 plus 1/2 into log 2 minus delta by delta minus log 1. log 1 എന്ന് പറഞ്ഞാൽ 0 ആണ്, അപ്പോൾ ആ വാല്യൂസ് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഉണ്ടാവുക 1/2 limit epsilon tending to 0 plus log epsilon/2 minus epsilon plus 1/2 limit delta tending to 0 plus log 2 minus delta by delta. ഈ രണ്ട് സാധനം നോക്കുക, രണ്ടും എന്താണ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ സിൻസ് ബോത്ത് ദ ലിമിറ്റ് ഓൺ ദി RHS ഓഫ് ദി എബവ് ഇക്വേഷൻ ഡു നോട്ട് എക്സിസ്റ്റ്, therefore the given improper integral is divergent. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്താണ് പറ്റും ആ ലിമിറ്റ് അതിൻ്റെ ഈ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ എന്താണ് ഡൈവേർജൻസ് എന്ന് പറയാൻ പറ്റും, ഒരു വാല്യൂ ഉണ്ടായിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. Show that integral a to b dx/x minus a all raised to p converges if p less than 1 and diverges if p greater than or equal to 1. ഈ ഇൻറ്റഗ്രൽ എന്താണ് p ലെസ് ദാൻ 1ൽ കൺവേർജ് ചെയ്യും, p ഗ്രേറ്റർ ദാൻ or equal to 1ൽ എന്ത് ചെയ്യും ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് മൂന്ന് കണ്ടീഷൻ നോക്കണം. p ലെസ് ദാൻ 1ൽ എന്താ കേസ്, p ഗ്രേറ്റർ ദാൻ 1ൽ എന്താ കേസ്, p ഈക്വൽ ടു 1ൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കണം. ഓക്കെ, ഒബ്വിയസ്ലി ദ ഗിവൺ ഇൻറ്റഗ്രൽ ഈസ് പ്രോപ്പർ ഇൻറ്റഗ്രൽ. അപ്പോൾ ഇഫ് p ലെസ് ദാൻ or equal to 0, p ലെസ് ദാൻ or equal to 0ൻ്റെ കേസിൽ ഈ ഫംഗ്ഷൻ എന്താണ് ഒരു പ്രോപ്പർ ഇൻറ്റഗ്രൽ ആയിട്ടാണ് വരിക. സോ ലെറ്റ് p ഗ്രേറ്റർ ദാൻ 0ൽ ദെൻ ദ ഇൻറ്റഗ്രൻറ്റ് 1/x minus all raised to p is unbounded at x is equal to a and is continuous on open a closed b. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് നോക്കേണ്ടത് p ഗ്രേറ്റർ ദാൻ്റെ കേസിൽ മാത്രം നോക്കിയാൽ മതി. ലെസ് ദാൻ 0ൻ്റെ കേസിൽ ആ ഫംഗ്ഷൻ പ്രോപ്പർ ഇൻറ്റഗ്രൽ ആണ്, അതുകൊണ്ട് എന്തായിരിക്കും അതിന് അത് അവിടെ കൺവേർജ് ചെയ്യും. പക്ഷേ p ഗ്രേറ്റർ ദാൻ 0ൻ്റെ കേസിൽ എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ എന്താണ് ആ ഫംഗ്ഷൻ അൺബൗണ്ട് വരുന്നു. സോ അത് കണ്ടിന്യൂസ് ആണ് ഓപ്പൺ എ ക്ലോസ്ഡ് ബിയിൽ. ദെൻ നമുക്ക് ഡെഫിനിഷൻ ഫസ്റ്റ് ഡെഫിനിഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻറ്റഗ്രൽ a to b dx/x minus a all raised to p ഈക്വൽ ടു എന്ത് കൊടുക്കാൻ പറ്റും ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ a plus epsilon to b 1/x minus a all raised to p dx. ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, then limit epsilon tending to 0 plus x minus a all raised to minus p plus 1/minus p plus 1 വരും. അത് x minus a all raised to p നമ്മൾ മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ പവർ വിളിച്ചിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ p 1 ആവാൻ പാടില്ല, കാരണം എന്താ -1 + 1 0 ആയിട്ട് പോകും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു ലിമിറ്റ്സ് കൊടുക്കുന്നു. ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 plus 1/
1 minus p into b minus a all raised to minus p plus 1 minus epsilon raised to minus p plus 1. Epsilon raised to minus p plus 1 കേസ് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നോക്കുന്നു. ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് എപ്സിലോൺ റേസ് ടു മൈനസ് പി പ്ലസ് 1 എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പം പി ലെസ് ദാൻ ആണെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും, പി ഗ്രേറ്റർ ആണെങ്കിൽ. അപ്പം പി ലെസ് ദാൻ ആണെങ്കിൽ ഇതൊരു നമുക്കൊരു ഒരു പ്രോപ്പർ നമ്പർ ഉണ്ടായിരിക്കും. പി ഗ്രേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇൻഫിനിറ്റി എഴുതാൻ പറ്റുള്ളൂ. സോ പി ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഫംഗ്ഷൻ്റെ ആൻസർ എന്താ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. therefore ലിമിറ്റ് ഇൻറ്റഗ്രൽ integral a to b dx by x minus a all raised to p എന്തായിട്ട് മാറും 1 by 1 minus p into b minus a all raised to minus p plus 1 എവിടെ p ലെസ് ദാൻ ആണെങ്കിൽ p ഗ്രേറ്റർ ആണെങ്കിൽ എന്തായിട്ട് വരും ഇൻഫിനിറ്റി വരും. സോ p ലെസ് ദാൻ ആണെങ്കിൽ നമുക്കൊരു ഡെഫിനിറ്റ് വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടിയതുകൊണ്ട് ഈ ഇൻറ്റഗ്രൽ എന്താണ് അതിൽ കൺവേർജ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. p ഗ്രേറ്റർ ആണെങ്കിൽ ഇൻഫിനിറ്റി ആയതുകൊണ്ട് അത് ഡൈവേർജ് ആയിരിക്കും. ഇവിടെ നമ്മൾ p ഈക്വൽ ടു 1 എന്ന കേസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, hence integral a to b dx by x minus a all raised to p is convergent if p less than 1 and is divergent if p greater than 1. When p equal to 1, integral a to b dx by x minus a all raised to p എന്തായിട്ട് വരും, ഈ p equal to 1 കൊടുക്കുമ്പോൾ integral a to b dx by x minus a ഈ ഫംഗ്ഷൻ എന്താണ് എയിൽ എന്തായിരിക്കും പോകും 0 ആയിട്ട് പോകും, ലിമിറ്റ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. സോ നമുക്ക് എന്തായിട്ടും അത് അൺബൗണ്ട് വരുന്നത് എയിലാണ്. The limit epsilon tending to 0 plus integral a plus epsilon to b 1 by x minus a dx വരും. ഇത് നമ്മൾ 1 by x minus a ലിമിറ്റ് ഇൻ്റഗ്രൽ എന്താണ് log x minus a ആണ്. ഫ്രം a plus epsilon to b വരും. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലിമിറ്റ് epsilon tending to 0 plus log b minus a minus log epsilon നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു. log b minus a എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് അതിന് ലിമിറ്റ് log b minus a വരും. ദെൻ log epsilon ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് ലോഗ് എപ്സിലോൺ എന്ത് വരും, അതൊരു ഫൈനൈറ്റ് നമ്പർ അല്ല കിട്ടാം. സിൻസ് ദ ലിമിറ്റ് ഓൺ ദി RHS ഡസ് നോട്ട് എക്സിസ്റ്റ് ദ ഇൻറ്റഗ്രൽ ഓൺ ദി ലെഫ്റ്റ് ഈസ് ഡൈവേർജൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് റൈറ്റ് സൈഡത്തെ ലിമിറ്റ് എന്താണ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ലെഫ്റ്റിലുള്ള ഇൻറ്റഗ്രൽ എന്ത് നമുക്ക് ഡൈവേർജ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ p ഈക്വൽ ടു 1ലും അതുപോലെ തന്നെ p ഗ്രേറ്റർ ആണെങ്കിലും എന്താണ് ഈ ഫംഗ്ഷൻ എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത് ഡൈവേർജ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ നമുക്ക് റിസൾട്ട് എഴുതാൻ പറ്റും. Hence the given improper integral is convergent if p less than 1. p less than 1ൻ്റെ കേസിൽ എന്താണ് ആ തന്നിട്ടുള്ള ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ എന്ത് ചെയ്യും കൺവേർജ് ആയിരിക്കും. ആൻഡ് ഈസ് ഡൈവേർജൻറ്റ് ഇഫ് p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ കേസിൽ അത് ഡൈവേർജ് ചെയ്യും. ഓക്കെ, ദെൻ ഇത് നമുക്കൊരു റിമാർക്ക് ചെയ്താം. As in the above problem, we can show that integral a to b dx by b minus x all raised to p converges if p less than 1 ആൻഡ് ഡൈവേർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ഈ സെയിം പോലെ തന്നെ നമുക്ക് എന്താ പറ്റും ഈ പ്രോബ്ലം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇൻറ്റഗ്രൽ എ ടു ബി ഡി എക്സ് ബൈ ബി മൈനസ് എക്സ് ഓൾ റേസ് ടു പി ലെസ് ദാൻ ആണെങ്കിൽ കൺവേർജ് ചെയ്യും, പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്തായിരിക്കും ഡൈവേർജ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുക. എക്ക് പകരം ഇവിടെ ബി ആയിരുന്നുള്ളൂ. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദി ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ 0 to infinity e raised to minus x by root x is convergent. ഈ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്നു നമുക്ക് കാണിക്കാം. അതായത് ഇതിനൊരു കറക്റ്റ് ഇൻറ്റഗ്രൽ വാല്യൂ നമുക്ക് കിട്ടുന്നു കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഹിയർ ദ ഇൻ്റർവൽ ഓഫ് ഇൻറ്റഗ്രേഷൻ അൺബൗണ്ടഡ് ആൻഡ് ദ ഇൻറ്റഗ്രൻ ബിക്കം ഇൻഫൈനൈറ്റ് അറ്റ് എക്സ് ഈക്വൽസ്. ഇവിടുത്തെ ഇൻ്റർവൽ എന്താണ് അൺബൗണ്ടഡ് ആണ്. അതുപോലെ എന്താണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽസ് എന്താണ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. സോ വി മേ റൈറ്റ് ദി എബവ് ഇൻറ്റഗ്രൽ ആസ് ദി സം ഓഫ് 2 ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ്. നമ്മളിതിനെ 2 ഇംപ്രോപ്പർ ഇൻറ്റഗ്രലാക്കി മാറ്റാൻ പോവുകയാണ്. one with the unbounded integrand and the other with the unbounded interval of integration. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അത് നമ്മൾ 2 ഇംപ്രോപ്പർ ഇൻറ്റഗ്രലാക്കി മാറ്റാൻ പോവുകയാണ്. ഒന്നിലെന്തായിരിക്കണം അൺബൗണ്ടഡ് ഇൻറ്റഗ്രൻ്റ് ആയിട്ട് വരണം, ഒന്നിലെന്തായിരിക്കണം അൺബൗണ്ടഡ് ഇൻ്റർവൽ ആയിട്ട് നമ്മൾ അതിനെ മാറ്റുക. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to infinity e raised to minus x by root x dx നമ്മൾ എന്താക്കി മാറ്റി ഇൻറ്റഗ്രൽ 0 to 1 e raised to minus x by root x dx. ഇവിടെ എന്താണ് x ഈക്വൽ 0 എന്താണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. പ്ലസ് ഇൻറ്റഗ്രൽ 1 to infinity e raised to minus x by root x. ഇവിടെ എന്താണ് എല്ലാ വാല്യൂലും ഫംഗ്ഷൻ ഡിഫൈൻ ആണ്, പക്ഷേ ഇവിടുത്തെ ഇൻറ്റർവൽ എന്താണ് ഇൻഫിനിറ്റി ആണ്. സോ നമ്മൾ ആ ഇൻറ്റർവൽ എന്താക്കി മാറ്റി ഇൻറ്റഗ്രലിനെ 2 ഇംപ്രോപ്പർ ഇൻറ്റഗ്രലാക്കി മാറ്റി. ഓൺ ക്ലോസ്ഡ് 0 1 എന്ന ഇൻറ്റർവൽ എന്താണ് e raised to minus x എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ആൻഡ് സോ e raised to minus x by root x എന്തായിട്ട് വരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by root x വരും. Now by the definition of integrals of unbounded function we get integral 0 to 1 by root x dx is equal to എന്ത് വരും ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ എപ്സിലോൺ ടു 1 by root x dx is equal to എന്ത് വരും 1 by root x ൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് 2 root x. ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ്
2 root x epsilon to 1 ആണ് അതിൻ്റെ ലിമിറ്റ് വരിക. ദെൻ ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് 2 മൈനസ് റൂട്ട് എപ്സിലോൺ വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 മൈനസ് ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് റൂട്ട് എപ്സിലോൺ വരും. ലിമിറ്റ് എപ്സിലോൺ ടെൻഡിങ് ടു 0 പ്ലസ് റൂട്ട് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 0ലേക്ക് മാറും. ദെൻ ഇൻറ്റഗ്രൽ 0 ടു 1 ബൈ റൂട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? 2 നമുക്ക് വരും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ എന്തായിട്ട് വരും? കറക്റ്റ് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയതുകൊണ്ട് അത് നമുക്ക് എന്ത് വരും? ഫംഗ്ഷൻ കൺവേർജ് ദാറ്റ് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ കൺവേർട്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ സിൻസ് ദ ലിമിറ്റ് ഓൺ ദി റൈറ്റ് ഈസ് ഫൈനൈറ്റ്, റൈറ്റ് സൈഡ് ലിമിറ്റ് എന്താണ്? ഫൈനൈറ്റ് ആണ്. സോ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഈസ് ഓൾ ദി അബവ് ഇക്വേഷൻ ഈസ് കൺവേർജൻ. Hence by the comparison test the first improper integral on the right side of the equation 1 is convergent. ഇനി നമുക്ക് അതിൽ രണ്ടാമത്തെ സാധനം നോക്കണം. On close to 1 to infinity 1 by root x less than or equal to 1 and so e raised to minus x by root x എന്ത് വരും? less than or equal to e raised to minus x. Now by the definition of the integrals over unbounded integrals we get integral 1 to infinity e raised to minus x dx is equal to എന്ത് വരും? ലിമിറ്റഡ് ബി ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 1 ടു ബി ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് വരും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇ റേസ് ടു മൈനസ് എക്സ് നമ്മൾ ഇൻറ്റഗ്രൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻഡിങ് ടു ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഫ്രം 1 ടു ബി വരും. ഇത് നമ്മൾ ബിയും 1 നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻഡിങ് ടു ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് ബി പ്ലസ് ഇ റേസ് ടു മൈനസ് 1. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് എന്താണ്? 0ലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതെന്ത് വരും? ഇ റേസ് ടു മൈനസ് 1. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 1 ആണ് 1 ബൈ ഇ വരും. സിൻസ് ദി ലിമിറ്റ് ഓൺ ദി റൈറ്റ് ഈസ് ഫൈനൈറ്റ് അല്ലേ, റൈറ്റ് സൈഡ് ഇൻഫിനിറ്റ് ഫൈനൈറ്റ് നമ്പറാണ് കിട്ടുന്നത് 1 ബൈ ഇ എന്ന് പറഞ്ഞാൽ. ദെൻ ദ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി അബോവ് ഇക്വേഷൻ ഈസ് കൺവേർജൻ. ഹെൻസ് ബൈ ദി കമ്പാരിസൺ ടെസ്റ്റ് സെക്കൻഡ് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ 1 ഈസ് കൺവേർജൻ. അപ്പോൾ നമ്മൾ 2 ഇംപ്രോപ്പർ ഇൻറ്റഗ്രലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ 1 അല്ലേ. സോ ഈ ഫസ്റ്റത്തെ ഇംപ്രോപ്പർ ഇൻറ്റഗ്രലും സെക്കൻഡ് ഇംപ്രോപ്പർ ഇൻറ്റഗ്രലും എന്താണ്? ഫൈനൈറ്റ് നമ്പറാണ് കിട്ടുന്നത്, അത് കൺവേർട്ട് ചെയ്യുന്നു. സോ നമ്മൾ അറിയാവുന്ന ഡെഫിനേഷനാണ് എന്ത്? ഈ രണ്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ റൂട്ട് എക്സ് ഡി എക്സ് എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഇൻറ്റഗ്രലിൽ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദസ് ബോത്ത് ദി ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ഓൺ ദി ആർ എച്ച് എസ് ഓഫ് ദി ഇക്വേഷൻ 1 ഈസ് കൺവേർജൻറ്റ് ആൻഡ് hence the improper integral on the left side, that is LHS of equation 1 is convergent. That is given improper integral is convergent. Okay, അപ്പോൾ ശ്രദ്ധിക്കുക, ഫംഗ്ഷൻ ഏതെങ്കിലും പോയിന്റ്സ് എന്ത് ചെയ്യാം? അൺബൗണ്ട് ആയിട്ട് വരുമ്പോൾ അത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ആയിട്ട് മാറുന്നു. സോ അതിന് ഇൻറ്റഗ്രൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നൊക്കെയാണ് കണ്ടുപിടിച്ചത്. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കുക, ദെൻ എക്സാമ്പിൾ സ്വന്തമായിട്ട് ചെയ്യാം. ക്ലിയർ?